സ്വാഗതം. അപ്പൊ കുറെ നാൾക്ക് ശേഷം 7 മാസമായിട്ട് Q&A ഇട്ടിട്ട് നമുക്ക് 20 സബ്സ്ക്രൈബേഴ്സ് 25 സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് ഇട്ടിട്ടുള്ള Q&A ആണിത്. അപ്പൊ അതിന്റെ ആൻസർ കുറെ പേര് ചൂടായിട്ട് വരെ കമന്റ് തുടങ്ങി. ലവ് സ്റ്റോറി Q&Aയും എവിടെ നിങ്ങൾ എന്ത് ഇടാത്തെന്ന് ചോദിച്ചിട്ട് ഭയങ്കര കളിപ്പിലൊക്കെ കമന്റ്സ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ Q&A ചെയ്യണമെങ്കിൽ വിൻഷാട്ട് ഒപ്പം വേണം. കാരണം വിൻഷാട്ടിനുള്ള ക്വസ്റ്റ്യനും ഉണ്ട്, എനിക്കുള്ള ക്വസ്റ്റ്യനും ഉണ്ട്. അപ്പോൾ വിൻഷാട്ടില്ലാണ്ട് എനിക്ക് ഞാൻ 1-2 വട്ടം വിൻഷാട്ട് ഇല്ലാണ്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. വിൻഷാട്ടൻ രാവിലെ പോയാ രാത്രി വരിക. ആ രാത്രി വന്നാ പിന്നെന്താ പിറ്റേന്നും പോണം. അപ്പൊ അതിന്റെ ഒരു തിരക്കൊക്കെ ആയിരിക്കും. പിന്നെ ആകെ കിട്ടുന്ന പിന്നെ സൺഡേ എനിക്കുമ്പോഴും ചിലപ്പോൾ വൈകും. പിന്നെ അല്ലാതെ ചില വേറെ പണികളും ഉണ്ടെങ്കിൽ അങ്ങോട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇതൊന്നും ചെയ്യാൻ. അപ്പം അങ്ങനെ കാറ്റ് നോറ്റി കിട്ടി. തേജു അപ്പുറത്ത് കളിക്കാൻ പോയി കേട്ടോ. അപ്പൊ ആ ഒരു ഗ്യാപ്പ് നമുക്ക് എല്ലാം കൊണ്ടും കിട്ടിയപ്പോൾ നമ്മൾ എടുത്തതാണ്. അപ്പൊ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എനിക്ക് കണ്ടില്ല. ആദ്യം ചോദിച്ചിരിക്കുന്നത് പ്രിയ വിബിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടിയാണ് കേട്ടോ. നിങ്ങളുടെ ഏജ് പറയുമോ, ക്വാളിഫിക്കേഷൻ, എവിടെയാണ് പഠിച്ചത്, നെക്സ്റ്റ് ബേബി പ്ലാനിങ്. ഒറ്റടിക്കട്ടോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്. ഏജ് പറയാച്ച എനിക്ക് 25, ഇനി വരുന്ന ജൂണിൽ 26 ആവട്ടോ. ഇപ്പൊ 25, ഇനി വരുന്ന ഇതില് എന്റെ വിൻഷാട്ടിന്റെയും ബർത്ത്ഡേ എന്ന് പറയുമ്പോ 4 ദിവസത്തെ ഗ്യാപ്പാണ്. ആദ്യം എന്റെ വരിക, ആദ്യം എന്റെ വരും, പിന്നെ വിൻഷാട്ടിന്റെ വരിക. അപ്പൊ 26 ആവുമ്പോ വിൻഷാട്ടിന് 32 ആവട്ടോ. പിന്നെ ചോദിച്ചേക്കണത് ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു റേഡിയോളജി, ഡിപ്ലോമ ഇൻ റേഡിയോളജി, എക്സ്റേ, CT സ്കാൻ, ഈ 2 കോഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഡിഗ്രിയാണ് ബികോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അപ്പൊ എന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഞാനിത് എടുത്തിട്ട് ട്രെയിനിങ് കഴിഞ്ഞതാണ്. ജോബ് ഇവിടെ വള്ളുവനാട് ഒറ്റപ്പാലം കിട്ടിയിട്ടുണ്ട്. ആ ടൈമിലാണ് തേജു വിശേഷമായത്. പിന്നെ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല വഴിക്ക്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഒരു ഫാഷൻ ഡിസൈനിങ് കോഴ്സ് ഒരു 7 മാസത്തെ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊരു ഇൻകംപ്ലീറ്റ് എന്നുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും കുറച്ചൊക്കെ പഠിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ അറിയും ചെയ്യും, ഒരുവിധം കൊപ്പിക്കും. അത്ര തന്നെ. ഇപ്പൊ ഞാൻ നമുക്ക് തൊടാൻ പോയിട്ടില്ല. സ്റ്റാർട്ടിംഗ് ഒക്കെ ഞാൻ ഒരുവിധമൊക്കെ ഇങ്ങനെ തയ്ക്കലും കാര്യങ്ങളൊക്കെ, ഡ്രസ്സുകളൊക്കെ, ഫ്രോക്ക്, ചുരിദാറൊക്കെ ആയിട്ട് ചെയ്തിടുന്നു. ഇപ്പൊ ഞാൻ തീരെ തൊടുന്നില്ല കേട്ടോ വഴിക്ക്. ഇപ്പൊ മെഷീൻ തന്നെ ഉപയോഗിക്കണത് ഷേപ്പ് ആക്കാനും സ്റ്റിച്ച് വിട്ടത് അടിക്കാനും മാത്രാട്ടാ. അത് പ്രിയ വിബിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ 2 ക്വാളിഫിക്കേഷൻ എനിക്ക് ഇന്നുണ്ട്. എപ്പോഴാണ് യൂസ് ചെയ്യാൻ പറ്റുക, ചപ്പം എടുത്ത് യൂസ് ചെയ്യാമല്ലോ. എല്ലാം പഠിച്ചു വെക്കുന്നത് നല്ലതല്ലേ. അങ്ങനെ നെക്സ്റ്റ് ബേബി പ്ലാനിങ് ഇപ്പൊ ചിന്തിക്കണില്ല അതിനെ കുറിച്ചിട്ട്. അടുത്തത് ഗുഡ് വൈബ്സ് ഇല്ലയോ, ലവ് സ്റ്റോറി ഇടണേ. നെക്സ്റ്റ് വീഡിയോ അക്സെപ്റ്റ് ചെയ്യുന്നു. ലവ് സ്റ്റോറി ഇടാല്ലേ. ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മൾക്ക് ഇടാട്ടോ. വിൻഷാട്ടിന് എന്താ ജോലി ചോദിച്ചിട്ടുണ്ട് അർച്ചന കേട്ടോ. പിന്നെ സൂര്യ അശോക്, പല്ലിൽ കമ്പി ഇട്ടിട്ട് എത്ര നാളായി, ചേഞ്ച് വല്ലതും ഉണ്ടോ? ഞാൻ പല്ലിൽ കമ്പി ഇട്ടത് വിൻഷാട്ടൻ കാണുമ്പോ തൊട്ട് എന്റെ കയ്യില് കമ്പി ഉണ്ട് അല്ലേ. ഞാന് +1 വെക്കേഷൻ ആണ് ഞാൻ ഫസ്റ്റ് മറ്റേ കട്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് +2 ഫുൾ ഇട്ടിട്ടുണ്ട്. +2 കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമയ്ക്ക് പോണ ആ ഒരു 1 ഇയർ ഇട്ടിട്ടുണ്ട്. 2-2.5 വർഷത്തോളം ഞാൻ കട്ട ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് ഞാൻ അഴിച്ചതിന് ശേഷം ഈ അറ്റക്കമ്പി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്നൊട്ടുന്ന വരെ ഈ സാധനത്തിന്റെ കൂടെ ഉണ്ട്. ഞാൻ അതുവരെ അഴിച്ചിട്ടില്ലത്. വിൻഷാട്ടിന്റെ കൂടെ ഇറങ്ങി വരുമ്പോ പോലും ഞാൻ ഈ കമ്പി എടുത്തിട്ടാണ് പോകുന്നുണ്ടാവുന്നത്. എനിക്കിത് ഇടാണ്ട് പറ്റുണ്ടായിരുന്നില്ല. ഇട്ടിട്ട് ശീലമായിട്ടേ എനിക്ക് ഊരിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫുഡ് കഴിക്കൽ ഞാൻ ഇപ്പം അടുത്തായിട്ട് ഇട്ടിട്ട് തുടങ്ങിയത്. അതുവരെ ഞാൻ ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഊരി വെച്ചിരുന്നു. ഇപ്പം എനിക്ക് പറ്റണില്ല. ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ തരുന്നുണ്ട്. പിന്നെ ഐ ലൈക്ക് യുവർ വീഡിയോസ്. 3 ആളെയും ഏജ്, ന്യൂ ബേബി പ്ലാനിങ് ഉണ്ടോ? അജിനാസ്റ്റ് വെച്ചേക്കണതാണ്. വീഡിയോസ് ഇഷ്ടമാണെന്ന് താങ്ക് യു കേട്ടോ. 3 ആളുടെ ഏജ് എനിക്ക് 25, 31, തേജുവിന് 4, ഇനി 5 ആവുള്ളൂ കേട്ടോ. ബേബി പ്ലാനിങ് ഇപ്പം ഇല്ല എന്തായാലും. പിന്നെ വൈഷ്ണ സുബി, വീഡിയോ സൂപ്പർ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേ. സൂര്യയുടെ വെയിറ്റ് എത്രയുണ്ട്? ഡേ ഇൻ മൈ ലൈഫ് നമ്മൾ പരമാവധി ചെയ്ത് വരുന്നുണ്ടല്ലോ. അപ്പൊ ചെയ്യുന്നുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോരുത്തരുടെ ഓരോ കമന്റ്സ് കാണുമ്പോൾ എനിക്ക് ചെയ്യാൻ തോന്നാറില്ല. അതൊരു കാര്യം. ഇപ്പൊ ഞാനത് മൈൻഡ് ചെയ്യില്ല കേട്ടോ. ഞാൻ പിന്നെയും ചെയ്യാറുണ്ട്. എന്റെ വെയിറ്റ് ലാസ്റ്റ് നോക്കിയത് 70, 71 ഉണ്ട് കേട്ടോ. അല്ലേ, ഇനി ഒന്നും കൂടി നോക്കണം. കുറഞ്ഞോ കൂടിയോ എനിക്ക് അറിയില്ല. അന്ന് നമ്മള് ഇവിടെ പോയപ്പോഴാ എന്താ റംഷേശ്വർ വീട്ടിൽ പോയപ്പോഴാണ് നോക്കിയത്. അപ്പോഴാണ് 71, 70. ഞാനും റംഷേച്ചി സെയിം ആണ് വെയിറ്റ്. ചേച്ചിയുടെ നൈറ്റി എവിടുന്ന മേടിച്ചത്? നൈറ്റി പറയേണ്ട ഫ്രോക്ക് നൈറ്റീസ് ആണോ അത് മറ്റേ നൈറ്റീസ് ആണോ എനിക്ക് തോന്നുന്നത് മീഷോന്ന് വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ഷോപ്പിൽ നിന്ന് നൈറ്റീസ് ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല കേട്ടോ. യൂട്യൂബിൽ നിന്ന് ആദ്യമായി കിട്ടിയ സാലറി, യൂട്യൂബ് തുടങ്ങി എത്ര ദിവസം കഴിഞ്ഞാൽ കിട്ടിയത്? യൂട്യൂബ് തുടങ്ങിയിട്ട് നമ്മുടെ യൂട്യൂബ് ജേണി എന്ന് പറയുമ്പോൾ ഞങ്ങൾ അങ്ങനെ
കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ യൂട്യൂബിൽ ചെയ്യണം, ഈ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണത് തേജു ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടാണ്. അതായത് ഏപ്രിലാണ് നമ്മുടെ ഹൗസ് വാമിങ് 21 തേജുവിന്റെ ബർത്ത്ഡേ. അതിന് മുന്നേ നമ്മുടെ ഹൗസ് വാമിങ് അപ്പൊ അതിന്റെയൊക്കെ മുന്നേറ്റാണ് നമ്മൾ ഏപ്രിലാണ് വരുന്നത്. പക്ഷെ തേജുവിന്റെ ബർത്ത്ഡേക്ക് മുന്നേ ആയിട്ടാണ് നമ്മള് 22 തോന്നുന്നു. കാരണം നമ്മുടെ തേജുവിന്റെ ഡേറ്റിന്റെ തലേന്നാണ് നമ്മുടെ ഇതിന്റെ തേജുവിന്റെ ബർത്ത്ഡേയുടെ അന്നായിരുന്നു നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ തലേ ദിവസം. എന്നിട്ട് നമ്മൾ പറഞ്ഞില്ല, അന്ന് ഫുള്ള് തിരക്കായിട്ട് കേക്ക് മുറുക്കി ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിറന്നാളായിരുന്നു കേക്ക് മുറിച്ചത്. അപ്പൊ 22 തോന്നുന്നു നമ്മുടെ ഇത് വന്നത്. ഈ വീട് പണി കഴിഞ്ഞതിന് ശേഷം ആണ് നമ്മൾ യൂട്യൂബിൽ ആക്റ്റീവായി തുടങ്ങിയത്. വീട് പണി കഴിഞ്ഞിട്ട് നമ്മള് ഫസ്റ്റ് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഹൗസ് വാമിങ്ങിന്റെ വ്ളോഗൊന്നും നമ്മുടെ ചാനലിൽ ഉണ്ടാവില്ല. ഞാൻ അന്നൊന്നും ആക്റ്റീവ് അല്ല, ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. വെറുതെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് എന്ന് മാത്രം, വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഹോം ടൂർ ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ ഹോം ടൂറിൽ തന്നെ അത്യാവശ്യം നല്ല സപ്പോർട്ട് വന്നു അല്ലേ, നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ വന്നു. അതിനുശേഷം തേജുവിന്റെ ബർത്ത്ഡേ വ്ളോഗ്, ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി വ്ളോഗ്, അങ്ങനെ ഗ്യാപ്പ് ഇട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇട്ടു. അങ്ങനെയായിരുന്നു വീഡിയോസ് ഉണ്ടായിരുന്നത്. പിന്നെ തേജു ക്ലാസ്സിൽ പോയി തുടങ്ങിയതിന് ശേഷമാണ് കൂടുതൽ ആക്റ്റീവ് ആയത്. പിന്നെ അവൻ പോയി കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ കുറച്ചും കൂടി കണ്ടന്റ് പോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ വീഡിയോസ് എടുക്കണു, എഡിറ്റ് ചെയ്ത് വിടുന്നു. അങ്ങനെ ഇപ്പൊ ഫുള്ളായിട്ട് നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് തുടങ്ങി. അതുകൊണ്ട് കറക്റ്റ് ഞങ്ങൾക്ക് പറയാൻ അറിയണില്ല ഒരു ടൈം. എന്തായാലും മോണിറ്റൈസേഷൻ അതിന്റെ ചാനലിൽ ആക്റ്റീവ് ആയതിന്റെ പിറ്റത്തെ മാസം തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആയിട്ടുണ്ട്. അവിടുന്ന് ഒരു 1.5 മാസം കഴിഞ്ഞോടുകൂടി നമുക്ക് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് ഞങ്ങൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല അല്ലല്ലോ. പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷനുമായി പെട്ടെന്ന് ഇൻകം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാം, എല്ലാവരും കുറെ പേരുടെ വിചാരം മന്ത്ലി കിട്ടുന്നുണ്ടെന്നാണ്. അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് ഫസ്റ്റില് ഒരു ഇൻകം കിട്ടി, പിന്നത്തെ 2 ഇൻകം നമുക്ക് ഈ മാസം ഒരു മാസം കിട്ടാണ്ട് പിറ്റത്തെ മാസമാണ് 2 കൂടി കിട്ടിയത്. അങ്ങനെ $100 അപ്പൊ നമുക്ക് 2 മാസം കൂടിയിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇൻകം സെക്കൻഡിലത്തെ. ഇപ്പൊ നമുക്ക് മന്ത്ലി കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടുന്ന രീതിയിലാണ് പോണത് കേട്ടോ. അങ്ങനെ പിന്നെ ഗോപിക, ഇത്രയും എമൗണ്ട് കൊടുത്ത് വീട് പണിയാൻ നിങ്ങൾക്ക് എങ്ങനെ ക്യാഷ് ഉണ്ടായി? വല്ല കുറി ഉള്ളതാണോ? പിന്നെ നിങ്ങൾ എങ്ങനെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ചെയ്തു ഒരു വീട്? പ്ലീസ് ആൻസർ. കുറി ഉണ്ടായിരുന്നു, മറ്റേ KSF ഉണ്ടായിരുന്നു. KSF വിളിച്ചിട്ടാണ് സ്ഥലം മേടിച്ച് വിളിച്ചാണ് നമ്മള്. പിന്നെ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്ന പിന്നെ വീട് പണിക്ക് വേണ്ടിട്ട് ലോൺ എടുത്തിട്ടുണ്ട്. ലോൺ എടുക്കേണ്ട മിഡിൽ ക്ലാസ് ഫാമിലി അല്ലേ, അപ്പൊ അങ്ങനെ ലോൺ ഉണ്ട്. വിളിച്ചിട്ടാണ് നമ്മള് സ്ഥലം വാങ്ങിയത്. 4 കൂടി ഉണ്ട്. തേജുവിന്റെ 1 വയസ്സെങ്ങാണ്ടുള്ളപ്പോഴാണ് നമ്മള് കുറിയിൽ ചേർന്നത്. എന്നിട്ട് 3 വയസ്സുള്ളപ്പോഴല്ലേ സ്ഥലം വാങ്ങിയത്. സ്ഥലം വാങ്ങി അതിന് കുറിയും പിന്നെ ഗോൾഡ് കുറച്ച് ഓക്കെ. അപ്പൊ നമ്മുടെ കുറച്ച് ഗോൾഡും കാര്യങ്ങളും അങ്ങനെ വെച്ചിട്ടുണ്ട് അല്ലേ. എവിടുന്നൊക്കെയോ പറക്കി കൂട്ടി ഇങ്ങനെയൊക്കെ വാങ്ങി. കൂടുതൽ നമ്മൾ KSF സേവിങ്സ് എടുത്തിട്ട് പിന്നെ തികയാത്തത് അല്ലേ. ഞാടാ ഫാന്റെ സൗണ്ട് ഉണ്ടാവുമോന്ന് അറിയില്ല കേട്ടാ. അപ്പൊ KSF കുറി എന്ന് പറയുമ്പോ അത് കറക്റ്റ് പറഞ്ഞു. KSF 5 വർഷത്തെ കുറി 10,000 വെച്ചിട്ട് 5 ലക്ഷത്തിന് കുറിയായിരുന്നു. അവര് 4,000 വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് അതൊക്കെ പ്ലോട്ടിന്റെ ഒക്കെ. അപ്പൊ ഞങ്ങക്ക് ആ KSF കുറിയും അതുപോലെ തന്നെ കുറച്ച് ഗോൾഡും, അപ്പൊ കുറച്ച് ഗോൾഡ് വെച്ചിട്ടില്ല പാദസരത്തില് വെച്ച്, അതൊക്കെ വെച്ചിട്ട് നമ്മള് കറക്റ്റ് നമ്മുടെ പ്ലോട്ട് വാങ്ങാനുള്ള ഒരു എമൗണ്ട് ആക്കിയിട്ട് നമ്മൾ പ്ലോട്ട് വാങ്ങി. അവിടുന്ന് നമ്മള് കുറെ കഴിഞ്ഞ വീട് വെക്കുള്ളൂ എന്ന് വിചാരിച്ചു. കാരണം വീട് വെക്കാനുള്ള പൈസ പിന്നെ എങ്ങനെയൊക്കെ വീട് വെക്കാനുള്ള പൈസ കൊണ്ടല്ല സ്ഥലം വാങ്ങിയത്. എനിക്കുള്ള സേവിങ്സിനാണ് സ്ഥലം വാങ്ങിയത്. പിന്നെ വിൻഷാടിക്ക് ഇപ്പോഴും ഓർമ്മ കൊണ്ട് പറഞ്ഞൊരു വാക്ക്, സ്ഥലം വാങ്ങിയപ്പോ ഇപ്പോഴൊന്നും വീട് വെക്കല് നടക്കില്ല, ഇനി ഒന്നൊന്ന് നമ്മൾ കൂട്ടി തുടങ്ങണം. കാരണം ആ ഒരു പൈസ ഫുൾ എടുത്തിട്ടല്ലേ ഇതിലേക്ക് ചെയ്യണത്. ഇവളുടെ അവിടെ വെള്ള വീടിന്റെ അവിടെ വീട് വെക്കണ വെച്ചിട്ടായിരുന്നു. കാരണം മൈലാഞ്ചിക്കാട് ഇവിടെ നമ്മുടെ സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ കിണറും കാര്യങ്ങളൊക്കെ കുത്തി അവിടെ വീട് പണി തുടങ്ങി വെച്ചിട്ടായിരുന്നു. പിന്നെ എന്ത് ഇഷ്യൂസ് കാരണം വഴിയുടെ ഇഷ്യൂസ് ഒക്കെ കാരണം അവിടെ വീട് വെച്ചില്ല. പിന്നെയാണ് ഞങ്ങൾ ഈ ചാത്തന്നൂര് ചെറുവഴിക്കല് ഞങ്ങൾ ചിറക്കിൽ അമ്പലത്തിൽ വരുമ്പോ ജസ്റ്റ് നല്ല സ്ഥലമാണല്ലേ, ഇതൊക്കെ കിട്ടി അടിപൊളി പോലെ നല്ല വീട് വെച്ച് അടിപൊളി പോലെ നല്ല മൈൻഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാമ്പത്തികം ഉണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ മറ്റേ കിണറും കാര്യങ്ങളൊക്കെ കുത്തിയത്.
എന്നിട്ട് എന്തോ വീണ്ടും കിടന്ന് എത്തിച്ചു ദൈവം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് നോക്കിയ സ്ഥലം ഇതാണ്. അത് തേജുവിനെ എന്തോ ഇങ്ങനെ ജനിച്ച സമയത്ത് നമ്മളിങ്ങനെ നോക്കിക്കില്ലേ അവന്റെ നാളൊക്കെ. അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 വയസ്സ് വരെ അരിഷ്ടമുണ്ട്, ചെറിയ അരിഷ്ടം കേട്ടോ, വലിയ അരിഷ്ടമൊന്നുമല്ല, കുഞ്ഞ അരിഷ്ടമുണ്ട്. അപ്പോൾ ശിവന് ധാരയും പിൻവിളക്ക് മുൻവിളക്ക് അങ്ങനത്തെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് ശിവന്റെ അമ്പലമല്ല, അപ്പൊ 3 വർഷം വരെ മുടക്കാണ്ട് അങ്ങനെയുള്ള ധാരയും സംഭവങ്ങളൊക്കെ ചെയ്തിടുന്നു. അപ്പൊ അത് ചെയ്യാൻ നമ്മുടെ അടുത്തുള്ള അമ്പലമല്ല, അപ്പൊ ഇതിൽ കൂടെ വരിക എന്നും ഇൻഷാന്റെ വീട്ടിൽ നിന്ന് കുറച്ചുള്ളൂ ഇങ്ങോട്ട്. അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇങ്ങോട്ട് തൊടാനൊക്കെ വരുമ്പോൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങനെ നോക്കും. ഈ സ്ഥലം ഇതിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലമൊക്കെ ഇല്ല, അവിടെ ഇങ്ങനെ നോക്കും. നല്ല ഒരു ഏരിയ, നല്ല അറ്റ്മോസ്ഫിയർ എല്ലാം കൊണ്ടും ഒക്കെയാണ്. നോക്കിയിട്ട് ഇങ്ങനെ ഞങ്ങള് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലല്ലോ ഈ ഒരു സ്ഥലം ഞാനായാലും ഇൻഷാനായാലും ഈ അമ്പലത്തിൽ തൊഴാൻ ചെന്നാ പ്രാർത്ഥിക്ക് ഇതാണ് ഈശ്വര സ്ഥലം എങ്ങനെയാലും കിട്ടണേ. ഓരോരുത്തർക്കും ഓരോ വിശ്വാസം ഉണ്ടാവും കേട്ടോ. കാരണം നമ്മുടെ കാര്യം പറയാണ്, ചിലവര് വിശ്വാസമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഞങ്ങള് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ് ഈ സ്ഥലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് കിട്ടണേന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എങ്ങനെയെങ്കിലും കുറച്ച് പൈസ എങ്ങനെയെങ്കിലും വലിയ ലോട്ടറി ഒക്കെ അടിക്കണേന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങള് അവിടെ കിണർ കുത്തിയെങ്കിലും കൂടിയിട്ട് വീട് വെക്കുക, ആ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പ്ലാൻ വരച്ചു, കിണർ കുത്തി ഞങ്ങൾ കേട്ടോ. അമ്മ എന്റെ വീട്ടിൽ നിന്ന് തന്ന സ്ഥലത്തുനിന്ന്, പിന്നെ വിൻഷാന്റെ വീട്ടിൽ നിന്ന് തന്ന സ്ഥലത്തിലായാലും അവിടെ എന്താ പാടാണ്. അപ്പൊ നമുക്ക് ലോണ് കിട്ടില്ല. ഞങ്ങളുടെ സ്ഥലം അവിടെയും നെഞ്ചാണ്, അമ്മ തന്ന സ്ഥലം. കാരണം പെട്ടെന്ന് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളിന്ന് അവിടെ വെക്കാന്ന് വിചാരിച്ചിട്ട് കിണറൊക്കെ കുത്തി. അപ്പോഴും മനസ്സിൽ ഇത് കൂടെ അമ്പലത്തേക്ക് പോകുമ്പോ ഈ സ്ഥലത്തേക്ക് എപ്പോഴും നോക്കട്ടെ. ഞങ്ങൾ എപ്പോഴും ഫസ്റ്റത്തെ വർഷത്തിൽ തന്നെയാണ് ഞങ്ങൾ ഈ സ്ഥലം കണ്ടത്. പിന്നെ ഒരു 3ാമത്തെ വർഷത്തിൽ തേജുവിന് 3 വയസ്സാകുമ്പോ തേജുവിന് ഒരു തിരിഞ്ഞിട്ട് ഇവര് വിളിച്ചിരുന്നു, മറ്റേ ചേച്ചി വിളിച്ചിരുന്നു. എന്തായി അപ്പൊ പോയിന്ന് വിചാരിച്ച സ്ഥലം. പിന്നീട് ഒരു ദിവസം വിളിച്ചു, എന്തായി അവിടെ വീട് പണി തുടങ്ങിയോ, എന്തായി കിണറുത്തി വീട് പണിയുള്ള പ്ലാനിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഓക്കെ പറഞ്ഞു, അങ്ങനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഒരു ദിവസം ചെറുക്കലമ്പലത്തേക്ക് വന്നപ്പോ വീണ്ടും കണ്ടു, സംസാരിച്ചു. അപ്പൊ പോയിട്ടില്ല, ആരും മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ പോരെ. പിന്നെ ആലോചിച്ച് അപ്പൊ കുറി ഓൾറെഡി 3 വർഷം 3 വർഷം ആയിരിക്കണം, 3 വർഷത്തിനടുത്തായിരിക്കണം, 3-3.5 വർഷം. അപ്പൊ പിന്നെ ഒരു കുറി വിളിച്ചിട്ട് ചെയ്യാന്ന് അങ്ങനെയാണ് വിചാരിച്ചു. പിന്നെ എന്തോ ദൈവം സഹായിച്ചൊക്കെ ഇപ്പോഴും അറിയില്ല എങ്ങനെയാണ് ഇതിങ്ങനെ പൊന്തി വന്നു. പെട്ടെന്ന് ഞങ്ങള് മനസ്സിൽ വിചാരിച്ചിട്ടേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം. സ്ഥലം മേടിച്ച് വിൻഷാട്ടിന് ഒരു ധൈര്യം കിട്ടിയത് മണിയേട്ടൻ പറഞ്ഞതല്ലേ. നമ്മുടെ മണിയേട്ടൻ ആളെത്ര ഞാനൊക്കെ ഇത്രയോ മണിയേട്ടൻ ഇതേപോലെ നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ആള് പണ്ടൊന്നും ഇല്ലാണ്ട് ഒന്നുമില്ലാത്തോടന്ന് വീട് വെച്ചിട്ട് ഒറ്റയ്ക്ക് ഇതാക്കിയിട്ടുള്ള കേട്ടോ. ഒറ്റയ്ക്ക് ആള് സമ്പാദിച്ചുണ്ടാക്കിട്ട് വീട് വെച്ചിട്ടുണ്ട്. അപ്പൊ ആളിങ്ങനെ പറയും അതൊക്കെ ഈ തുടങ്ങി വെക്കി, അപ്പൊ ശരിയാവും, തുടങ്ങി വെക്കി, പിന്നെ സെറ്റ് ആയിക്കോളും. ആദ്യം നമ്മൾ തുടങ്ങും, ഒരു അടിത്തറ ഇടുക, ബാക്കിയൊക്കെ സെറ്റ് ആയിക്കോളും, ഓട്ടോമാറ്റിക് സെറ്റ് ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അത്ര തന്നെ വിചാരിച്ചുള്ളൂ, ജസ്റ്റ് തുടങ്ങി വെക്കുക. വേറെടുത്ത് വെച്ച് കാണുന്ന രീതി തുടങ്ങിയതാണ്. പിന്നെ ലോൺ നമുക്ക് ആ ടൈമില് അതിന്റേതായ രീതിയിൽ ലോണും കിട്ടി. ബജാജിലൊക്കെ കുറയ്ക്കുന്നത്, ആ സ്ലിപ്പ് വെച്ചിട്ട് ലോണും കിട്ടി. പിന്നെ പെട്ടെന്ന് ഒരു 7 മാസം കൊണ്ട് മനോജേട്ടൻ റെഡിയാക്കിയത് ബജാജില് ജോബ് റെഡിയാക്കിയത്. സ്ലിപ്പ് കാരണമാണ് ലോൺ കിട്ടിയത്, അല്ലെങ്കിൽ ലോണും കിട്ടില്ല. അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ലോണൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഓരോരുത്തരെ ഓരോ ടൈമില് നമുക്ക് പറയില്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഓരോരുത്തര് മെയിൻ ആയിട്ട് നമുക്ക് ഇൻഷാട്ടിന്റെ ജോലി, അത് നമ്മുടെ ലവ് സ്റ്റോറിയിൽ പറയാട്ടെ. നമ്മുടെ ജോബിന്റെ ഇഷ്യൂ വന്നത്, ജോലി ഇല്ലാണ്ട് കുറെ നാള് ഇൻഷാട്ട് നടന്ന് കുറെ കളിയാക്കലും ഒക്കെ കിട്ടിയിട്ടൊക്കെ ഉണ്ട് അത്യാവശ്യം. പിന്നെ നമ്മള് ട്രാക്ക് മാറിയെന്ന് പറയില്ലേ, ഒരു നല്ല ട്രാക്കിലേക്ക് വന്നത് 2 വർഷം. അത് മനോജേട്ടൻ ഞങ്ങളുടെ ഗുരു അല്ലെ, ഞങ്ങളുടെ നാഥൻ. മനോജേട്ടന്റെ വീഡിയോ കണ്ടാവില്ല നമ്മുടെ കഴിഞ്ഞ വീഡിയോയില്. അപ്പൊ മനോജേട്ടനാണ് ട്രാക്ക് ഒന്ന് മാറ്റി നമ്മുടെ ലൈഫ് ഒന്ന് നല്ലൊരു ലൈഫിലേക്ക് എത്തിച്ച്. ശരിക്കും ഞാൻ എപ്പോഴും പറയില്ലേ അടുത്ത് നമ്മൾ അടുത്തൊരു ഇപ്പൊ കൊട്ടാക്കിലേക്ക് മാറുമ്പോ പോലും നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് മനോജേട്ടനോട് ചോക്കി, എന്നിട്ട് മതി വേറൊരു ഡിസിഷൻ എടുക്കല് അവിടെ റെഡിയാക്കി വന്നത്. അപ്പൊ ആ ഒരു ഇതുണ്ട്. ശരിക്കും ട്രാക്ക് മാറിയത് മനോജേട്ടന്റെ ഒരു ഇതിലാണ്. ശരിക്കും വീട് പോലും അങ്ങനെ വന്നതാണ്. അല്ലെങ്കിൽ നമ്മൾ കൊറേ ഉണ്ട്. അപ്പൊ അങ്ങനെയാണ് ഇത്. പിന്നെ ഇപ്പൊ നമ്മൾ ലോൺ അടച്ച് പോകേണ്ടത്, അതാണ് ചോദിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ അത് നടന്നു. കുറി വെച്ചിട്ട് നമ്മൾ വീട് തുടങ്ങി, ലോൺ എടുത്തു, നല്ല ഒരു ലോൺ എടുത്തിട്ട് തന്നെയാണ്. ഇപ്പൊ നമ്മുടെ വീടിന് 20 ലക്ഷമാണ് ടോട്ടൽ കേട്ടോ. ഇന്റീരിയർ പ്ലസ് ഇത് അല്ലെ മൊത്തത്തിൽ വന്നിട്ടുണ്ട്. സ്ഥലത്തിന്റെ വേറെ കേട്ടോ. അപ്പൊ ലോൺ ഉണ്ട്. ആ ലോൺ അടച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പോണത്. വേറെ സേവിങ്സോ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല.
ഇൻഷാന്റെ ജോബ് കൊണ്ട് സേവിങ്സ് ഉണ്ടാക്കണം, ടൈം ഉണ്ടല്ലോ. അതൊന്നും വിചാരിക്കണം അതേപോലെ ആരെയും ഹെൽപ്പ് ചെയ്യും മീൻസ് അങ്ങനല്ല, ഹെൽപ്പ് ചെയ്യാൻ മീൻസ് ഫിനാൻഷ്യൽ ഹെൽപ്പിന്റെ കാര്യമില്ലട്ടോ പറഞ്ഞത്. അതെ, അത്രേ ഉള്ളൂ. നമുക്കൊരു വഴി കാണിച്ചു തരില്ല അത്ര, അല്ലാണ്ട് ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യണ കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഫിനാൻഷ്യലി നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ, അതുകൊണ്ട് പറയല്ല. എന്റെ ഫാമിലി ആയാലും മിഡിൽ ക്ലാസ് ആണ്, വിൻഷാന്റെ ഫാമിലി ആയാലും മിഡിൽ ക്ലാസ് ആണ്. നമുക്ക് പൈസ തന്ന് അങ്ങനെ ഒരു ഇത് ബാക്കില്ല ആർക്കായാലും. ഇപ്പൊ ഞങ്ങൾക്കായാലും ഞങ്ങൾ ഉണ്ടാക്കണം, തേജുവിനായാലും ഞങ്ങൾ ഉണ്ടാക്കണം, ഒക്കെ നമ്മള് ഉണ്ടാക്കി കൊണ്ടുപോകാൻ. അപ്പൊ നമുക്ക് ആരെയും ഒന്നും പറയാൻ പറ്റില്ല. എല്ലാവരും ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇന്ന് പണിയെടുക്കുന്നു, ജീവിക്കുന്നു, അങ്ങനെയുള്ളവരാണ് രണ്ട് ഫാമിലിയും. ഇപ്പൊ ഞങ്ങളും അതെ, ഞങ്ങളിപ്പോ വല്ലാണ്ട് ഇങ്ങനെ ദൂരത്തേക്ക് പോലെ തോന്നുന്നുണ്ടോ ഞങ്ങൾക്ക് അത്ര. പിന്നെ ഈ കൊളാബും കാര്യങ്ങളൊക്കെ കിട്ടുന്ന കാരണം ഡ്രസ്സൊക്കെ നമുക്കൊന്നും പൈസ റിച്ച് ഫാമിലി ചിലവ് പറയുന്നുണ്ട്. ചില കമന്റിൽ വരുന്നത് കാണാം പൈസ ഉള്ളവർക്ക് പലതും. ഞാൻ കമന്റ് ഡിലീറ്റ് ചെയ്യട്ടൊക്കെ ചെയ്യാം, പറ്റാത്ത കമന്റ്സ് കണ്ടാ ഡിലീറ്റ് ചെയ്യും. പിന്നെന്താ വീട് കാട്ടിയിട്ട് ലേക്ക് വാങ്ങുക, ഒരു അക്കൗണ്ട് കിട്ടോ, എന്താ പേര്, വീട് കാട്ടി ലേക്ക് വാങ്ങാൻ, അതൊക്കെ നമ്മുടെ സന്തോഷമാണ്. ഈ വീട് നമ്മളെന്താ വെച്ചാൽ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ലെങ്കിൽ ഒരു വീട് കിട്ടും. ഇങ്ങനെ സാധാരണ വീട് തന്നെയാണ്, പക്ഷെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നമ്മളൊരു എന്താ പറയാ, നമ്മുടെ ഒരു കൺസെപ്റ്റിൽ വന്നൊരു വീടായി പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല സത്യം വിചാരിച്ചിട്ട് ഒരു വീട് കയറ്റാൻ പറ്റുന്നു. അതൊരു ഭയങ്കര സന്തോഷം തന്നെയാണ്. ഇപ്പൊ നാലാളിപ്പോ നമ്മള് ഇൻസ്റ്റയിലായാലും യൂട്യൂബിലായിട്ടുണ്ട്, നമുക്കൊരു കുറെ കാട്ടിക്കൂട്ടി വീഡിയോസ് എടുക്കുക. എന്ത് കാട്ടിക്കൂട്ടി എന്ന് പറയുന്നത് വെച്ചിട്ടറിയില്ല. നമ്മള് ഫാമിലി വ്ളോഗാണ്, ഞാൻ ബയോ തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. ഞങ്ങളുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, എന്റെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ വീടിനുള്ളിലാണ്. പുറത്തേക്ക് പോകുമ്പോ അതാണ് എന്റെ ലൈഫ് സ്റ്റൈൽ. എനിക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. അതൊക്കെ എനിക്ക് എടുക്കാൻ പറ്റും. ജോലിക്ക് സ്വന്തം കാലം ജോലിക്ക് പോകൂടെ, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അവള് ജോലിക്ക് പോകണില്ല, പോണെങ്കിൽ പോവാം. പക്ഷെ അവള് പോവാത്ത എന്താ വെച്ചാൽ അവളുടെ സാഹചര്യം മീൻസ് കുട്ടി ചെറുതാണ്, വേറെ ആരും ഇല്ല അവിടെ. അപ്പൊ അവൻ വരുമ്പോഴും സ്കൂളിട്ട് വരുമ്പോഴും സ്കൂൾ ഉണ്ടാക്കുമ്പോൾ അങ്ങനെയാണ്. അല്ലാണ്ട് അപ്പൊ ജോലിക്ക് വിടാനിട്ടോ ജോലിക്ക് പോകാനിട്ടോ അല്ല, ജോലി ഇല്ലാഞ്ഞിട്ടോ അല്ല, സർട്ടിഫിക്കറ്റ് ഉണ്ട് പോയ ജോലിക്ക്. അതുകൊണ്ട് തന്നെയാണ് അവളെ സോഷ്യൽ മീഡിയയിലൊന്നും ഇതാവുന്നത്. പിന്നെ നമുക്ക് പൈസ വേണം, ജീവിക്കണമെങ്കിൽ പൈസ വേണം. അതിനാണ് ഞാൻ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. രണ്ടും കൽപ്പിച്ച് തുടങ്ങിയതാണ്, എന്തെങ്കിലുമൊക്കെ ഏർണിങ്സ്. കാരണം ഓരോരുത്തരുടെ വീഡിയോസ് കാണുമ്പോ നമ്മുടെ ഏകദേശം ലൈഫ് സ്റ്റൈൽ പലതും പറയും, അണക്ക് ചെയ്യാനുള്ള എന്താ ചെയ്തോ, ആര് എന്ത് പറഞ്ഞാലും ഇതേ കേക്ക് ഇത് വിടുക, വേറെ ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞത് മാത്രം ഈ നോക്കിയാൽ മതി. ഞാൻ എന്തെങ്കിലും പറയണ്ടോ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എത്രയും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴായാലും എപ്പോഴായാലും എപ്പോഴാണെങ്കിലും അങ്ങനെ തന്നെ പറയുന്നത്. ഇപ്പോഴും അതെ, നമ്മുടെ ലൈഫ് പോണത് ഇപ്പൊ നമ്മുടെ ലോൺ അടയ്ക്കലായാലും ചെലവുകളായാലും ഒക്കെ പലതും പോണത് കുറച്ചൊക്കെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനം, പിന്നെ വിൻഷാന്റെ ജോബും. പിന്നെ നിങ്ങൾ കാണുന്നുണ്ടാവൂല്ലോ, ഞാനിപ്പോ ഓപ്പൺ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വിൻഷാനും കുഴപ്പമില്ലല്ലോ. വീട്ടിൽ നിന്ന് ഇപ്പൊ അച്ഛനായാലും അമ്മയായാലും നമുക്ക് ഇടയ്ക്കൊക്കെ അവിടുന്ന് മുളക് പൊടി, പലരും കമന്റ് ചെയ്യാറുണ്ടായോ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവര് അവിടെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇല്ല, രണ്ടാളുള്ളൂ. ആരും എവിടെയും കോഴിക്കോടാണ്, അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് അവിടെ ചെലവ് കുറവാണ്. പഞ്ചസാര ആയിക്കോട്ടെ ഒക്കെ ചെലവ് കുറവ്. അപ്പൊ അച്ഛൻ എന്താ ചെയ്യാ വെച്ചാൽ അച്ഛൻ കുറച്ച് കൂടുതൽ വാങ്ങും, എന്നിട്ട് ഞങ്ങൾക്ക് ഇവിടേക്ക് കൊടുന്നവരാറുണ്ട്. അപ്പൊ അത് കൊടുന്നേരാനായിട്ട് അച്ഛനക്ക് നാളികേരത്തിന്റെ ചെലവില്ല, പുളി അങ്ങനത്തെ ചില്ലറ പുളി പരിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങണില്ല, വീട്ടിൽ നിന്ന് അച്ഛൻ കൊടുന്നേരാറുണ്ട്. അതൊക്കെ കാണാൻ ഡ്രസ്സിന്റെ കാര്യത്തിലായാലും ഇക്കായാലും ഹാപ്പിയാണ്. കാരണം എന്താ വെച്ചാൽ കൊളാബായിട്ടുണ്ട്. ഇവിടെ എല്ലാ ഡ്രസ്സും അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് എടുക്കാൻ എന്തെങ്കിലും വിശേഷം ഡ്രസ്സ് എടുക്കാൻ കുട്ടികൾക്ക് ഭയങ്കര ചില എക്സ്പെൻസ് തന്നെയാണ്. ആ ഒരു കാര്യത്തില് നമുക്ക് ഭയങ്കര ഇതുണ്ട്. ഇവിടെ മീഷോ ഇപ്പൊ അധികം റേറ്റ് കൂടിയത് കൊടുക്കില്ല. ഇപ്പൊ ഇവിടെ കൊണ്ടുപോയാണെങ്കിലും ഇപ്പൊ ഷോപ്പിൽ കണ്ടറിഞ്ഞിട്ട് ചെയ്യുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. കണ്ടറിഞ്ഞിട്ട് തന്നെ ഇപ്പൊ അത് വേണം പറഞ്ഞ് വാശി പിടിക്കുന്നില്ലേ വില കൂടിയത്, എന്തോ ഒരേപോലെ എടുക്കാനുള്ള മൈൻഡ്. അത് വേറെ കാര്യം. അപ്പൊ മീഷോയില് കുറവ് റേറ്റ് കിട്ടുന്ന അതും എനിക്ക് മാത്രമായിട്ട് ഞാൻ എടുക്കുക അങ്ങനെ നോക്കാറില്ല. ഒപ്പം ഇവർക്ക് മാച്ചിന് നോക്കാറുണ്ട്. ഇപ്പൊ കുറച്ചായിട്ട് എടുക്കാറില്ല. ഇപ്പൊ ഞാൻ എന്താ വെച്ചാൽ മീഷോയില് കമ്മീഷൻ ബേസിലാണ് ഞാൻ ചെയ്യണത്. അതുകൊണ്ട് കൂടുതൽ എനിക്കിങ്ങനെ എടുക്കുന്നുണ്ട് അല്ലെ ഡ്രസ്സുകൾ, അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടുന്നുണ്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ നമുക്ക് എക്സ്പെൻസ് കുറവാണ്. എക്സ്പെൻസ് ഇല്ല, ഡ്രസ് കാര്യത്തിൽ എക്സ്പെൻസ് ഇല്ല. സാധാരണ പുറമേ കൂട്ടുമ്പോൾ ഡ്രസ് വാങ്ങി കൂട്ടാന്നുള്ളത് തോന്നുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയില്ല, ഒരു ഉറപ്പ് ചെലവില്ല സത്യം പറയാ. അപ്പൊ അങ്ങനെ കേട്ടോ എന്തോ ചോദിച്ചാൽ അതിന്റെ മറുപടി ഇങ്ങനെ പോയി. പിന്നെ അമ്മു എന്ന് പറഞ്ഞ അക്കൗണ്ട് നമുക്ക് എപ്പോഴും കമന്റ്സ് ഒക്കെ വരുന്ന അക്കൗണ്ട് ആട്ടാ. നിങ്ങളുടെ മാരേജ് എത്ര വയസ്സിലാണ് കഴിഞ്ഞ്? രണ്ടാളുടെയും വയസ്സ് പറയണേ. എനിക്ക് 19 വയസ്സും 25 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ മാരേജ് കഴിഞ്ഞേക്കുന്നത്. ഇപ്പൊ 25-26 26 അല്ല 31 കേട്ടോ.
പിന്നെ ക്യാൻ യു പ്ലീസ് ടെൽ യുവർ ലവ് സ്റ്റോറി പറയൂ. മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ലവ് പ്ലസ് അറേഞ്ച് ആണോ? ലവ് മാരേജ് ആണ്. ഞങ്ങളുടെ ലവ് മാരേജ് ആണ്. വിൻഷാന്റെ വീട്ടുകാരായിട്ട് നടത്തി തന്ന മാരേജ് ആണ് അല്ലെ. എന്റെ വീട്ടുകാർ നടന്നില്ല, വിൻഷാന്റെ വീട്ടുകാരായിട്ടാണ് നമ്മുടെ മാരേജ് നടത്തി തന്നേക്കുന്നത്. ഒരു ഫാമിലി ആയിട്ട് വന്നിട്ടാണ് എന്നെ കൊണ്ടുപോയിട്ട് കല്യാണം കഴിപ്പിച്ചത്. അത് പറയാം, ബാക്കിയൊക്കെ പറയാം. സൂര്യ എന്ത് പഠിക്കാനാ പോയത്? അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം ഞാൻ പഠിക്കാൻ പോയതാണ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ്. ഇവിടെ ഇരുമ്പപ്പെട്ടി, എന്റെ വീടിന്റെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ദൂരമുള്ളൂ, അവിടെ പോയിട്ട് ഞാൻ ഫാഷൻ ഡിസൈനിങ് കോഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ അതെന്താ? ഇൻസ്പിറേഷൻ ഒന്നുമില്ല. ഇവൾക്ക് ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞായിരുന്നു, മറ്റേ കുട്ടി ചെറുതാണ്, പിന്നെ വീട്ടിലാരും ഇല്ല, അപ്പൊ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ ഞാൻ ജസ്റ്റ് അവളോട് പറഞ്ഞു, ഈ സോഷ്യൽ മീഡിയ നോക്ക്, ജസ്റ്റ് ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റയിൽ അങ്ങനെ വീഡിയോസ് ഇടും. അപ്പൊ ഇൻസ്റ്റയിൽ അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇൻസ്റ്റയിലെ കുറെ പേര് പറയും, ചേച്ചി യൂട്യൂബ് തുടങ്ങി നന്നാവും, ചേച്ചി യൂട്യൂബ്. നമ്മളായാലും ഇപ്പൊ പുറമെ കാണുമ്പോൾ എല്ലാവരും ഇപ്പൊ വീട്ടിലിരിക്കുന്നവരൊക്കെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ സെറ്റ് ആക്കണം. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, എടി യൂട്യൂബ് തുടങ്ങിയൊക്കെ സെറ്റ് ആവും, നമുക്ക് വേറെ എന്താ, നമുക്ക് വേറെ കണ്ടന്റ് പുറത്തേക്കൊന്നും പോകണ്ട, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിൽ ചെയ്യാം, സെറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ പുഷ് ചെയ്തിട്ട് അവൾ പറഞ്ഞു ഫോൺ പോരാ, ഫോൺ ഓപ്പോയിന്റ് ഫോണായിരുന്നു F90 Pro Plus. അപ്പൊ അതില് ക്ലാരിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല, സത്യം പറയാനില്ല. പിന്നെ അവൾ ഫോണാണെന്ന് പറഞ്ഞു. അപ്പൊ ഫോണ് ഓക്കെ. അപ്പൊ ഞാൻ കുന്നോളത്ത് ഫോൺ കടലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മറ്റേ സ്റ്റേഷന്റെ അപ്പുറത്ത്. അപ്പൊ അവിടുന്ന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഷെമീറിന് ബെമ്മിനൊക്കെ വിളിച്ചിട്ട് ഫോൺ വെച്ച് ഫോൺ ഉണ്ടായിരുന്നു. ദീപന്റെ ഫോണായിരുന്നു 40 Pro Max. 40 Pro Max ആണ്. സെക്കൻഡ്സ് ആണെങ്കിലും ഒരു 80 നല്ല റേറ്റ് ഉണ്ട്. EMI പകുതി പേയ്മെന്റ് കൊടുത്തു. ഫോൺ കൊടുക്കല്ലേ? അല്ല, പകുതി പേയ്മെന്റ് കൊടുത്തിട്ട് പകുതി EMI ചെയ്തു. അത് കഴിയും ചെയ്തിട്ടോ. അങ്ങനെയാണ് തുടങ്ങിയത്. ഇത് ഫോൺ വാങ്ങി തന്നിട്ട് ഞാൻ തുടങ്ങിയില്ല. കുറെ ഫോൺ തന്നെ ഞാൻ കൊണ്ടുപോകാൻ കൊടുക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ ഞാൻ ഒരു ഇൻസ്റ്റേക്കുള്ള റീൽസ് മാത്രം എടുക്കും അല്ലെ. ഇൻസ്റ്റേക്ക് കുറെ റീൽസ് എടുക്കും. അവിടെ ഞാൻ വെറുതെ കയറ്റും. ഇത്ര വിലയുള്ള ഫോണും വാങ്ങി തന്നിട്ട് വെറുതെ കൈ പിടിച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടി നടക്കണോ വെച്ചിട്ടുള്ളത്. അങ്ങനെ അവിടെ കുത്തിട്ടിട്ട് അപ്പൊ അവിടെ മെല്ലെ നൈസായിട്ട് എനിക്ക് വന്നു തുടങ്ങി ആ ട്രാക്കിലേക്ക്. പിന്നെ നമുക്ക് എന്താ വെച്ചാ വീട് പണി അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നു. വീട് പണിയുടെ ടൈമിൽ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഒരു ഫ്രീ ആയല്ലോ, മൊത്തത്തിൽ ഫ്രീ ആയല്ലോ. അങ്ങനെ ഒരു ഇതായ കാരണം പിന്നെ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നിട്ട് പിന്നെ അങ്ങനെ സെറ്റ് ചെയ്താണ്. പിന്നെ അവിടെ നിന്ന് മുതൽ നമ്മളെല്ലാ വീഡിയോസും ഡെയിലി അപ്ഡേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുള്ള റിസൾട്ട് ഇപ്പൊ കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ സോന സുബ്രഹ്മണ്യൻ ചേച്ചി ബ്യൂട്ടി സീക്രട്ട് പറയും. ബ്യൂട്ടി സീക്രട്ടോ ഇല്ലല്ലോ. ബ്യൂട്ടി സീക്രട്ട് പറഞ്ഞാൽ എന്താ? കുറെ ലിപ്സ്റ്റിക് ഇടും. അതെ, പ്രത്യേകിച്ചൊന്നുമില്ല. ലിപ്സ്റ്റിക് ഇടും. അത് ഇട്ടാ തന്നെ ഒരു പോസിറ്റീവ് ആയിട്ട്. പിന്നെ അക്ഷയ സജീവനല്ലത്. മോന്റെ നെയിം എന്താ ശരിക്കും? അവന്റെ പേര് ദൈവിക് എന്നാണ് കേട്ടോ. പിന്നെ നക്ഷത്ര ചേട്ടന്റെ ജോബ്, നിങ്ങളുടെ ഏജ്, പ്ലേസ്, ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞില്ലേ. കൊട്ടാക്കിലാണ് ഇപ്പൊ വർക്ക് ചെയ്യണത്. ഞാൻ ബജാജിലായിരുന്നു, ഇപ്പൊ കൊട്ടാക് മഹീന്ദ്രയില്. പിന്നെ ഏജ് 25+31. പിന്നെ പ്ലേസ് ചാത്തന്നൂര്. മുന്നേ ഉള്ളായിരുന്നു എന്റെ സ്ഥലം. ഇവളുടെ സ്ഥലം ആര്യമ്പാടം. എന്റെ ഇപ്പഴാണ് പുതിയത് വെച്ച് പാലക്കാട്. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ, റേഡിയോളജി, ഡിഗ്രി, ബികോം. ബേബി പ്ലാൻ ഇപ്പൊ ഇല്ല കേട്ടോ. പിന്നെ ആതിര ചോദിച്ചിട്ട് ഒരു ഹായ് പറയണേ. ഹായ് ആതിര. 7 മാസം മുന്നേ പറഞ്ഞതാ. ജോബ് ഒന്നും നോക്കുന്നില്ലേ? ആരോട്? എന്നോടാണ്. ജോബിന്റെ അവസ്ഥ നോക്കണില്ല ഇപ്പൊ. ജോബ് എന്തായാലും നോക്കണില്ല. ജോബിന് പോണത് നമ്മള് പൈസക്കല്ലേ. അപ്പൊ യൂട്യൂബിൽ നിന്ന് ഇപ്പൊ കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുണ്ട്. ഒന്നാമത് എന്താ വെച്ചാ എന്റെ മൈൻഡ് എന്താ വെച്ചാ പുറത്തു പോയി കഷ്ടപ്പെടുന്നത് നമുക്കറിയാം, അതിന്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. എനിക്ക് എന്റെ മൈൻഡ് എന്ന് വെച്ചാൽ ഒരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രയായാലും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. മീൻസ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തായാലും എന്തോ ആയിക്കോട്ടെ നമുക്ക് ആ നമ്മളൊരാളുടെ അണ്ടറിലാവും എപ്പോഴും, അത് ഷുവറാണ്. പക്ഷെ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് വേറെ ഫീലാണ്. ചെയ്യണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെങ്കിൽ ചെയ്യണ്ട, ആരും ചോദിക്കല്ലേ. ഇപ്പൊ ഒരു ദിവസം യൂട്യൂബിലാണെങ്കിൽ ഇൻസ്റ്റയിലാണെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇവിടെ എന്തെങ്കിലും പ്രൊമോഷൻ ഡ്രസ്സിന്റെ എന്തായിക്കോട്ടെ ഇവിടെ ചെയ്യുമ്പോൾ ഇന്നിപ്പോ ചെയ്യാൻ പറ്റി, നാളെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ആരും ചോദിക്കില്ല. ഒരാൾ പറയും വേണ്ട, എന്താ ചെയ്യാൻ ഞാൻ പറയും വേണ്ട. അപ്പോൾ പുറത്ത് പോയി വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ റിസ്ക് നമുക്കറിയാം. ഞാൻ മീൻസ് ഒരുപാട് സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. മീൻസ് കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ള, എല്ലാ പണിക്കും പോയിട്ടുണ്ട്, കുറെ സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്കറിയാം അതിന്റെ ഒരു ഇത്. അപ്പൊ ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ട് പുറത്ത് പോയി വേണ്ടി കാണാത്ത നല്ലതല്ല. ഇവിടെ മുന്നേ എന്നോട് ചോദിച്ചിട്ട് ഏട്ടാ ചേട്ടാ ഞാൻ എല്ലാ കടയിൽ പോയി നിൽക്കട്ടെ, ചേട്ടാ ഞാൻ വല്ല വെൽക്കങ്ങളായിട്ട് പോയിക്കട്ടെ,
സൂര്യ അതൊന്നും നല്ല വലിയ പണി. ഏത് മണിക്കും ലസ്സി വെച്ച് നിൽക്കാന്നുള്ള പണിയാണ്. ഏത് മണിക്ക് അതിൻ്റെ റിസ്ക് ഉണ്ട്. ഞാൻ എല്ലാവരും പറയണത് വെൽക്കം കേൾ അത്ര കുറവായ പണി അതുകൊണ്ടല്ലേ പറഞ്ഞത്. ഏത് മണിക്ക് അതിൻ്റെ റിസ്ക് ഉണ്ട്, പൈസയും കിട്ടും. മീൻസ് അങ്ങനല്ല. അപ്പോൾ അതിനൊക്കെ റിസ്ക് ഉണ്ട്. കാരണം ഇവൾക്ക് എന്താ വെച്ചാൽ പെട്ടെന്ന് ഫീൽ ആവും എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ. അതിപ്പോൾ ഞാൻ പറഞ്ഞാൽ തന്നെ ഫീൽ ആവും. അപ്പോൾ പുറമുള്ളവർ വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവളന്ന് ഉറങ്ങുന്ന പോലില്ല. അല്ലെങ്കിൽ എനിക്ക് ഇൻ്റെ സമയം വെക്കുമ്പോൾ അത് വേറെ കാര്യം. അതിനായിട്ട് നല്ല വീട്ടിലിരിക്കുക, ഒരു കുഴപ്പമില്ല. ഓണെങ്കിൽ പൊക്കോ കുഴപ്പമില്ല. ഈ പഠിച്ച് ജോലിക്ക് പൊക്കോ നീ പറഞ്ഞിട്ടായിരുന്നു. പഠിച്ച് ജോലിക്ക് പൊക്കോന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടായിരുന്നു. ഈ ഹോസ്പിറ്റലിൽ അവിടെ പഠിച്ച് ജോലിക്ക് പൊക്കോ, അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് പഠിച്ചു അതിന് പൊക്കോ, പഠിച്ച് ജോലിക്ക് പൊക്കോ. വന്നു കേട്ടോ, തൃശ്ശൂരിൽ നിന്ന് കോള് വന്നു. ഫാഷൻ ഡിസൈനർ ആയിട്ട്, അതായത് അവിടെ നോക്കി നടത്തണം, വർക്ക് ചെയ്യണം, പിന്നെ അവിടെ ഫുൾ ആയിട്ട് മോഡലായിട്ട് നിൽക്കണം. ഡ്രസ്സിന്റെ പിന്നെന്താ വെച്ചാൽ വേറെ ജോലിക്ക് പോകുമ്പോ എത്രയായാലും നമുക്കൊരു മനസ്സിലൊരു സുഖം ഉണ്ടാവില്ല. ഇപ്പൊ ഒരാഴ്ച അവള് ആ മോഡല് പോകും, ജോലിക്ക് പോവാണ്, വേഗം നോക്കിയാണ് പോകും. ആ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം കണ്ടിരിക്കുന്ന ഞാൻ കണ്ടു. എന്റെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ അവളോട് പറയും, എടി അങ്ങനെയടി ഇങ്ങനെയടി പ്രശ്നമടി ഇങ്ങനെയൊക്കെ. അപ്പൊ എന്റെ കാര്യങ്ങളൊക്കെ അവിടെയും ഉണ്ട്. നേരെ മറിച്ച് അവർക്ക് വന്നിട്ട് ആ സിറ്റുവേഷൻ ആയി കഴിഞ്ഞാൽ അതില് ആ ബന്ധത്തിലൊരു വളർച്ച ഉണ്ടാവും. പിന്നെ അതല്ല, തൃശ്ശൂര് നമ്മൾ നോക്കാൻ വിചാരിച്ചു, പിന്നെ അവിടെ നിൽക്കേണ്ടിയിരുന്നു പറഞ്ഞു. ലോങ് ആണ് അവിടെ നിന്ന്. അതപ്പോ ആലോചിച്ചു, ഞാൻ അവിടെ നിന്ന് വർക്ക് ചെയ്യുക, ഇവര് രണ്ടാളും ഇവിടെ. അമ്മയുടെ പൈസക്ക് വേണ്ടിട്ട് നമ്മൾ അതിന് പിന്നാലെ ഓടി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ആരും ഇല്ലാത്തോണ്ടാട്ടോ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാറുന്നു. അത് വേറെ. അപ്പൊ അങ്ങനെ പിന്നെ ജോബ് നോക്കുന്നില്ലെന്ന് ചോദിക്കണവരോട് എനിക്ക് ഇപ്പോഴത്തെ എന്റെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. മീൻസ് ബുട്ടീക്ക് പോലെ ഡ്രസ്സിന്റെ എന്തെങ്കിലും സ്വന്തമായിട്ട് തുടങ്ങണം എന്നുണ്ട്. അത് തുടങ്ങും. ഇപ്പോഴല്ല കേട്ടോ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട്. അതായത് കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി എനിക്ക് എന്റേതായ രീതിയിൽ സേവിങ്സ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും ഒരു കുട്ടിക്ക് ചെറിയ രീതിക്ക് ഡ്രസ്സിന്റെ എന്തെങ്കിലും തന്നെ ഓൺലൈനായിട്ട് ചെയ്യണമെന്നുണ്ട്. ഒരു സ്റ്റോർ ഇടണമെന്നുണ്ട്. അതെന്തായാലും ഞാൻ ചെയ്യും കേട്ടോ, കുറച്ച് സമയം എടുത്താലും. അതാണ് ഇപ്പൊ എന്റെ പ്ലാൻ കേട്ടോ. അങ്ങനെ പിന്നെ രണ്ടുപേരുടെയും ജന്മനക്ഷത്രങ്ങൾ ജാതകം നോക്കിയിട്ടാണ് മാരേജ് ചെയ്തേക്കുന്നത്. രണ്ടുപേരുടെയും ഏജ് ആരതി ഏജ് നമ്മൾ പറഞ്ഞല്ലോ. എന്റെ ചോദ്യമാണ്, എന്റെ മൂലട്ടാ, മിഥുനത്തിലല്ലേ രണ്ടാളും മിഥുനല്ലേ. ചോദ്യം മൂലട്ടാ. ജാതകം നോക്കിയിട്ടൊന്നല്ല, ഇതിന് ജാതകം എഴുതിയിട്ട് പോലും ഇല്ല. ജാതകം എന്താണാവോ, എപ്പ പോവും എപ്പ വരും നമുക്കറിയില്ല. വിജു ചേച്ചി വീട് എവിടെയാ ചേച്ചിയുടെ വീട് എവിടെയാ ഫാമിലി? എന്റെ വീട് വരുന്നത് തൃശ്ശൂരാണ്, ആര്യമ്പാടം എന്ന് പറയും, പുതുരുത്തി. അവിടെയാണ് എന്റെ വീട് കേട്ടാ. പിന്നെ സൂര്യയുടെ അമ്മയ്ക്ക് എന്താ ജോലി? എന്റെ അമ്മയ്ക്ക് എല്ലാ ജോലിക്കും എന്റെ അമ്മ പോവും. എന്റെ അമ്മ തൊഴിലുറപ്പിൽ പോവും. അതായത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അവിടെ കൃഷിക്കാരുടെ നാടാണ്, അതുകൊണ്ട് തന്നെ തൊഴിലുറപ്പ് ഉണ്ടാവും. പിന്നെ എന്താ പറയാ, കൂർക്കട സീസണായ കൂർക്കപ്പണി വരും, നെല്ലിന്റെ സീസണായ നെല്ലിന്റെ പണി, എല്ലാവിധ പണികളും ഉണ്ട് അവിടെ. അങ്ങനത്തെ എല്ലാവിധ നാട്ടിലെ പണിക്കും അമ്മ പോവാറുണ്ട്, കിട്ടുന്ന എല്ലാ പണിക്കും. പിന്നെ ലവ് സ്റ്റോറി പറയാട്ടാ. അടുത്ത ആതിര ചോദിച്ചിട്ടുണ്ട് വീട് എവിടെയാ? നമ്മളിപ്പോ പാലക്കാട് പട്ടാമ്പി ചാത്തന്നൂർ എന്ന് പറയും, അവിടെയാണ്. അടുത്തത് അനന്യ അമ്മു ലവ് സ്റ്റോറി എവിടെ കണ്ടില്ലല്ലോ? ലവ് സ്റ്റോറി പറയാല്ല. എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാനാണോ? ഞാന് +2 കഴിഞ്ഞിട്ട് ഡിപ്ലോമ എടുക്കുക ചെയ്തത് റേഡിയോളജി, എക്സ്റേ ആൻഡ് സിറ്റി സ്കാൻ. തൃശ്ശൂര് CMSലാണ് ഞാൻ പഠിച്ചത്. അത് ആ കോഴ്സ് എടുത്തത് എന്റെ അച്ഛൻ്റെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ്. അങ്ങനെയല്ല, എനിക്ക് ബ്യൂട്ടീഷ്യൻ അങ്ങനെ എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് മേക്കപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ചെയ്ത് കൊടുക്കണൊക്കെ എനിക്ക് സ്വന്തം ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ബ്യൂട്ടീഷ്യനൊക്കെ പഠിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഹോസ്റ്റസ് ചെറുതായിട്ടുണ്ടായിരുന്നു കേട്ടോ, അവിടെ അതിലുണ്ടല്ലോ അതൊക്കെ. പിന്നെ മെയിൻ കാര്യങ്ങൾ പഠിച്ചതെന്തെങ്കിലും എത്തുക, അത് വേറെ കാര്യം. നമുക്ക് എന്താ നല്ലൊരു വരണ്ടാവും, ആ വാദിക്കാനും പോകുള്ളൂ. ആരെന്ത് ചെയ്താലും ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ എടുക്കാന്ന് പറയുമ്പോൾ വീട്ടിലൊന്നും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് അതൊന്നും വേണ്ട, അങ്ങനത്തെ ഒരു ഇതാണ്. അവർക്ക് എന്തെങ്കിലും നല്ല നല്ല കോഴ്സ് എടുത്ത് അങ്ങനെയാണ് ഞാൻ നമ്മുടെ റേഡിയോളജി എടുത്തത്. അവിടെ പോയി തുടങ്ങിയപ്പോൾ സെറ്റായിട്ടോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒരു കോഴ്സ് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ കയറി വൈറ്റ് കോട്ടൊക്കെ ഇട്ടിട്ട് റേഡിയോളജി റേഡിയോഗ്രാഫറായിട്ട് നടക്കാം. അങ്ങനെ ട്രേഡിങ്ങിനൊക്കെ മുമ്പ് രസമാണ്. പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി, പഠിച്ചു തുടങ്ങിയപ്പോൾ ഒരു നല്ലൊരു ഇതുപോലെ തോന്നി. പിന്നെ ഞാൻ സെറ്റായിട്ടാ. ബേബി പ്ലാൻ ഇപ്പം ഇല്ല കേട്ടോ. 2 പേര് ചോദിച്ചിട്ടുണ്ട് ബേബി പ്ലാൻ. ആര് ചോദിച്ചിട്ടുണ്ട് 50K സ്പെഷ്യലായിട്ട് അന്നത്തെ Q&A പോസ്റ്റ് ചെയ്യൂ ചേച്ചി, എത്ര നാളായി 100K? അത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ Q&A ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് നമ്മൾ നാളെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒരു 10K സബ്സ്ക്രൈബറൊക്കെ ഉള്ള ടൈമിൽ ഇട്ടിരിക്കണതാ തോന്നുന്നു. അപ്പോൾ അത് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാണിത്. ഇനിയിപ്പോൾ നമ്മൾ 2 മാസം മുന്നേ ഒരു Q&A കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറാണ് നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് ഇനി ഇടാൻ പോകണം. അപ്പോൾ ഇതിൽ വളരെ കുറച്ച് ക്വസ്റ്റ്യനേ ഉള്ളൂ, കാരണം നമുക്ക് അത്ര സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്ര ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷേ സെക്കൻഡ് പാർട്ടിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ട് Q&A നമ്മൾ നാളെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. കാരണം വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല, കാരണം ഇപ്പം തന്നെ അരമണിക്കൂറോളം ഉണ്ട് ഈ വീഡിയോ. അപ്പോൾ അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ 1 മണിക്കൂർ എടുക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ ഒരു സെക്കൻഡ് പാർട്ടായിട്ടാവും ഇടുന്നുണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്തായാലും അടുത്ത Q&A കാണാം. ബൈ.